നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമ്മൾ അവസാനം പറയാറുണ്ട് ഭവേ ഭവേ യഥാ ഭക്തിഹി പാദയോസ്തവ ജായതേ തഥാ പുരുഷ്വദേവേശ നാദസ്ത്വം നോ യഥാ പ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം പദം. നമ്മളെല്ലാവരും ഹരി പരമനായ പുരുഷോത്തമനായ അല്ലെങ്കിൽ പരമ്പൊരുളായ പരബ്രഹ്മസ്വരൂപനായ ഹരിയെ നമസ്കരിക്കുക. നാമോച്ചാരണം നമ്മുടെ വായിൽ ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം ഇവിടെ വന്നിരിക്കുന്നതിൽ കൂടുതൽ ജനങ്ങളും പ്രായമായവരാണ്. അത് യൂസ്ഡ് ആക്കുക. നാമം ചൊല്ലി നമ്മുടെ നാവ് അതിന് വഴങ്ങണം. വഴങ്ങിയാൽ മാത്രമേ നമുക്ക് സദ്ഗതി ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ മാത്രമേ ആത്മജ്ഞാനം വരുള്ളൂ, ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ. ഓരോ വരിയിലും ഭാഗവതം പറയുന്നത് ഇതാണ്. എന്താണ്? നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം എന്ന് അവസാനം പറഞ്ഞു. ആദ്യം തന്നെ ഭാഗവതം നാമപുരാണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അർത്ഥവ്യാപ്തിക്ക് വേണ്ടിയിട്ട് അജാമളന്റെ കഥ പറഞ്ഞു തന്നു. എല്ലായിടത്തിലും നാമമഹിമയെ പറഞ്ഞു. എന്താണ് നാമമഹിമയ്ക്ക് ഇത്ര പ്രത്യേകത എന്ന് വെച്ചാൽ, നാമം കൊണ്ട് ഉരുത്തിരിഞ്ഞതായ മഹാന്മാരെയൊക്കെ നമുക്കറിയാം. ഓരോരുത്തരെയും നമ്മൾ എല്ലാ രാജ്യത്തിലും, ഇന്ത്യയിൽ മുഴുവൻ, നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ ചൈതന്യ മഹാപ്രഭുവിനെയും നാമദേവനെയും ഒക്കെ നാമസങ്കീർത്തനം കൊണ്ട് ഉയർന്നതായി കണ്ടു. ഇവിടെ രാമാനുജാചാര്യനെയും പറ്റും. കേരളത്തിലെ നമുക്കറിയാത്തവരില്ലല്ലോ, നാരായണ ഭട്ടതിരിയാകട്ടെ, അല്ലെങ്കിൽ നാമാചാര്യൻ, തിരുനാമാചാര്യനാകട്ടെ, അവരെ ഓർക്കാതെ ഏതെങ്കിലും ഒരു ദിവസം പോകുന്നുണ്ടോ? ഇപ്പൊ ഇവിടെ രസിക സ്മൃതി നടത്താൻ പോകുന്നുണ്ട് അല്ലേ എൻ്റെ ചെറിയച്ഛൻ. അദ്ദേഹത്തിനെയും ഈ സമയത്ത് നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. നമുക്ക് ഓരോരുത്തർക്കും ഈ ഭാഗവതത്തിൽ അങ്ങോട്ട് ഇറങ്ങി മുത്ത് എടുത്തുകൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ.